ഹായ്, എല്ലാവർക്കും വൈസോണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിയിരുന്നു ആമസോണിൽ നിന്ന്. അതായത് നമ്മൾ ലാപ്പൽ മൈക്ക് വാങ്ങിയിരുന്നത്. അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. ഇപ്പോൾ ഞാൻ മൈക്കിലൊന്നല്ല നമ്മളെ ഗോപ്രോയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഓക്കെ, ഇത് വാങ്ങിയിട്ട് 2 ദിവസമായി. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ലാപ്പൽ മൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം. അതായത് ഒരു തുടക്കക്കാർക്ക് പറ്റിയ ഒരു ബൈക്കാണിത്. വലിയ വില ഒന്നുമില്ല, ചെറിയ വിലൻ്റെ സാധനമാണ്. അപ്പോൾ ഇതിന്ന് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് നോക്കാം. ഇതിൻ്റെ ക്വാളിറ്റി എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ബോയയുടെ ഒരു മൈക്കാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഹായ്. അപ്പോൾ ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റ്. ഓക്കെ, ഇതിന് പുറത്ത് സ്റ്റിക്കറൊക്കെ ഉണ്ട്. ഫ്ലെയിമബിൾ എന്നുള്ള സ്റ്റിക്കറൊക്കെ ഉണ്ട്. കാരണം ഇതിൻ്റെ ബാറ്ററി ഒക്കെ ഉണ്ടായതുകൊണ്ടാവും അങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു പാക്കിംഗ് ഒക്കെ തന്നെയാണ്. ആമസോണിൻ്റെ പുറത്തുനിന്ന് കാണാൻ നല്ലൊരു പാക്കിംഗ് ഒക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അകത്തുനിന്ന് എന്താണെന്നുള്ളത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യാണ്. ഇത് തുടക്കക്കാർക്ക് പറ്റിയ ഒരു മൈക്കാണ്. വലിയ റേറ്റ് ഒന്നുമില്ല, ചെറിയ റേറ്റിൻ്റെ ഒരു മൈക്കാണ്. ഞാനതൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിരുന്നു വോയിസ് ക്ലാരിറ്റി കുറവാണെന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൈക്ക് വാങ്ങിയാണ്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാമല്ലോ. മൈക്ക് കൊണ്ട് റെഡി ആവോ ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ മൈക്ക്. ഡാമേജ് വരാനായിട്ട് ഇതിനകത്ത് കയറിയിട്ടൊന്നും വെച്ചിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഇൻവോയ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക്. നല്ലൊരു പാക്കിംഗ് ഒക്കെയാണ്, അടിപൊളി പാക്കിംഗ് ഒക്കെയാണ്. പാക്കിങ്ങിന് പുറത്ത് ഡാമേജ് ഒന്നുമില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പെസിഫിക്കേഷനൊക്കെ ഇവിടെ ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. സ്പെസിഫിക്കേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടെ കാണാം ഇത് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാമെന്നൊക്കെ കാണാം. സ്മാർട്ട് ഫോൺ, DSLR, ഓഡിയോ റെക്കോർഡ്, PC, ETC തുടങ്ങിയ എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം. ബോയയുടെ ലാവലിയർ ബോയയുടെ ഇതിൻ്റെ മോഡൽ നമ്പർ by-m1 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലൊരു അടിപൊളി പാക്കിംഗ് ഒക്കെയാണ്. ഓപ്പൺ ചെയ്തിട്ട് മൈക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചെക്കിങ് ക്ലാരിറ്റി നോക്കാം. ഇപ്പോൾ ഞാൻ ഗോപ്രോയിലാണ് ഇപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് കാണാം. ഇതിൻ്റെ ഒരു ബ്രൗഷറൊക്കെ ഉണ്ട്. ഇതൊന്നും ഞാൻ കൂടുതൽ നോക്കുന്നില്ല, ഇതൊക്കെ പിന്നീട് നോക്കാം. ഇതൊക്കെ നോക്കിയാൽ ടൈം ഒരുപാടാകും. നമ്മൾ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മൾ പ്രൊഡക്റ്റ്. നല്ലൊരു പൗച്ചൊക്കെയാണ് ഇതിന് വന്നിട്ടുള്ളത്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഈ കവറിൽ ഇതിൻ്റെ ഒരു വാറണ്ടി കാർഡൊക്കെ ഉണ്ട്. വാറണ്ടി കാർഡൊക്കെ ഇതിൽ കാണുന്നുണ്ട്. ഇതിൻ്റെ വാറണ്ടിയൊക്കെ എങ്ങനെയൊക്കെ നമുക്കറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക്. നിങ്ങൾ കാണുന്നുണ്ടോ?
സോറി, ഇതാണ് നമ്മുടെ മൈക്ക്. അതിൻ്റെ കൺട്രോളിംഗ് ഒക്കെയാണ്. ക്യാമറ ഓഫ്, സ്മാർട്ട് ഫോണ്, ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതിനകത്താണ് തോന്നുന്നു ബാറ്ററി ഇടുന്നൊക്കെ. യെസ്, ഇതിനകത്താണ് ബാറ്ററി ഇടുന്നൊക്കെ. ബാറ്ററി ഇപ്പോൾ ഇതിലില്ല. നമ്മളിതിൻ്റെ ആക്സസറീസ് ഉണ്ട് ഇതിൻ്റെ കൂടെ. ഇതിൻ്റെ ബാറ്ററി ഒക്കെ ഉണ്ട്. ഇതാ ഇതിൻ്റെ കേബിളൊക്കെ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതാണ് നമ്മുടെ മൈക്ക്. ഇതാണ് ഇതിൻ്റെ ആക്സസറീസ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. എന്തൊക്കെയുണ്ട് ഇതിനോട് കൂടെ. ഇതൊരു പിന്നാണ്. ഇത് മൈക്കിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ച്. ഇത് നമ്മുടെ ഷട്ടിലൊക്കെ പിൻ ചെയ്ത് വെക്കാൻ പറ്റിയ, മൈക്ക് പിൻ ചെയ്ത് വെക്കാൻ പറ്റിയ ക്ലിപ്പാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി ചെക്കിംഗ് ആണ്. അത് നമുക്ക് പുറത്ത് പോയിട്ട് പിന്നെ ഈ മൈക്ക് വെച്ചിട്ടും മൈക്ക് വെക്കാതെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ.